TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, SITയിലെ ശിവപ്രിയയുടെ മരണം ആരോഗ്യവകുപ്പിന് ഒരു തലവേദന കൂടിയായിരിക്കുന്നു, ഒരു ബുദ്ധിമുട്ട് കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിലായിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനോട് കാര്യമായി പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഹൃദ്രോഗിയായ വേണുവിൻ്റെ മരണത്തിലും ഇപ്പോൾ ശിവപ്രിയയുടെ മരണത്തിലും നമ്മൾ കാത്തിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ്. വേണുവിൻ്റെ മരണത്തിൽ ഇപ്പോൾ കുടുംബം അതേ നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്ന് കൊടുക്കുന്ന DME റിപ്പോർട്ടിൽ കാർഡിയോളജി വിദഗ്ധന്മാർ പറഞ്ഞിരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള കണ്ടെത്തലുണ്ടാകാനുള്ള സാധ്യത കുറവല്ലേ? അതായത് ആശുപത്രിയിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സയാണ് നൽകിയിരുന്നത്. പക്ഷെ അപ്പോഴും കുടുംബം ഇതൊന്നും വിശ്വസിക്കുന്നില്ല. കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് ഈ വിദഗ്ധ സംഘം DME ഒന്നും തങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നാണ്. TV പ്രസാദ്, എന്തായിരിക്കും DME കൊടുക്കുന്ന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അരുൺ. DME കൊടുക്കുന്ന റിപ്പോർട്ട് നേരത്തെ നമ്മൾ പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത. മെഡിക്കൽ കോളേജ് അധികൃതർക്കോ ആരോഗ്യവകുപ്പിനോ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല, അവർ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതായത് കുടുംബവുമായി ആശയവിനിമയം നടത്തുന്ന സമയത്തുള്ള എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നോ, അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോഴും പരിശോധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് വിഷയങ്ങൾ നടന്നു. ഒന്ന് വേണുവിൻ്റെ മരണം നടന്നു, ഇപ്പോൾ ഇന്നലെ ശിവപ്രിയയുടെ വിഷയമുണ്ടായി. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്ന ആരോഗ്യമന്ത്രി ഇതിൽ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് അരുൺ. ഇതിൽ വേണുവിൻ്റെ കാര്യത്തിൽ ഗുരുതരമായ കാര്യങ്ങൾക്ക് മന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. കാരണം തറയിൽ കടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മരണത്തിൻ്റെ തൊട്ടു മുമ്പായി നമ്മൾ മരണമൊഴി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് എവിഡൻസ് ആക്ട് ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ പോലീസ് ഉൾപ്പെടെ എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് പോലും തൻ്റെ ആരോഗ്യത്തെ നന്നായി നോക്കാൻ അവിടുത്തെ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല എന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രതികരിക്കേണ്ട ബാധ്യത ആരോഗ്യമന്ത്രിക്കുണ്ട് എന്നുള്ളതാണ്. ഒരു